നമസ്കാരം. KH ന്യൂസിലേക്ക് സ്വാഗതം. പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചത് പാകിസ്ഥാൻ കാർഷിക മേഖലയെ സാരമായി ബാധിച്ചു. ഝലം നദിയിലെ മംഗള, സിന്ധു നദിയിലെ തർബേല എന്നീ രണ്ട് പ്രധാന അണക്കെട്ടുകളിലെ സംഭരണത്തിൽ വലിയ ഇടിവുണ്ടായത് ഖാരിഫ് വിളകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് പാക് കർഷകർ ആശങ്കപ്പെടുന്നു. തമിഴ് ചലച്ചിത്ര സംവിധായകൻ വിക്രം സുകുമാരൻ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. ശക്തമായ ഗ്രാമീണ ആഖ്യാനങ്ങൾക്കും റിയലിസ്റ്റിക് കഥപറച്ചിലിനും പേരുകേട്ട സിനിമകളുടെ ശില്പിയാണ്. മധുരയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയായിരുന്നു മരണം. മുങ്ങിയ കപ്പലിലെ മാലിന്യം ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകളെയും ജൈവ വൈവിധ്യത്തെയും ഗുരുതരമായി ബാധിക്കുമെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ മുന്നറിയിപ്പ്. തിരമാല, കാറ്റ്, കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കടലിൽ നടത്തിയ ഇടപെടലുകൾ എന്നിവ കാരണം മലിനവസ്തുക്കൾ ലക്ഷദ്വീപ് ഉൾപ്പെടെ രാജ്യത്തിൻ്റെ മറ്റു തീരദേശ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാമെന്ന് ട്രിബ്യൂണൽ പ്രിൻസിപ്പൽ ബെഞ്ച് അധ്യക്ഷൻ പ്രകാശ് ശ്രീവാസ്തവയാണ് മുന്നറിയിപ്പ് നൽകിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 10 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 മലയാളി വിദ്യാർത്ഥികൾ പിടിയിൽ. ബാങ്കോക്കിൽ നിന്നെത്തിയ വിമാനത്തിൽ നിന്ന് ഉണ്ടായിരുന്ന മലപ്പുറം സ്വദേശികളായ 23 വയസ്സുള്ള യുവാവും 21 വയസ്സുള്ള യുവതിയുമാണ് പിടിയിലായത്. കാലടി പാലത്തിലെ വർഷങ്ങളായുള്ള ദുരന്തത്തിന് ശമനം. പാലത്തിലെ കുഴികൾ പൂർണ്ണമായും ടാർ ചെയ്തു. ഇതോടെ സ്വകാര്യ ബസ്സുകൾ പാലം ബഹിഷ്കരിച്ച് നടത്തിയിരുന്ന സമരം പിൻവലിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കം യാത്രമധ്യേ പാലത്തിൻ്റെ ഗതാഗതക്കുരുക്കിൽപ്പെട്ടിരുന്നു. ഓപ്പറേഷൻ കാപ്പയുടെ ഭാഗമായി തൃശൂർ റൂറൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ 8 ഗുണ്ടകളെ കൂടി നാടുകടത്തി. ഈ വർഷം ഇതുവരെ 93 ഗുണ്ടകൾക്കെതിരെയാണ് കാപ്പ ചുമത്തിയത്. 57 പേർക്കെതിരെ നാടുകടത്തൽ അടക്കമുള്ള നടപടിയെടുത്തു. 36 പേരെ ജയിലിലടച്ചെന്നും പോലീസ് പറഞ്ഞു. സ്വകാര്യ ബസ്സിന് അടിയിലേക്ക് വീണ സ്കൂട്ടറിൽ നിന്ന് യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പാലാ മെരിയൻ ആശുപത്രിയിലെ ജീവനക്കാരിയായ മേരിലാൻഡ് സ്വദേശി ആഷ് ആണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഒളശ്ശേയിൽ കനത്ത മഴയിൽ വെള്ളക്കെട്ടിൽ വീണ് യുവാവിന് ദാരുണ അന്ത്യം. കോട്ടയം ബെസേലിസ് കോളേജ് വിദ്യാർത്ഥി ഒളശ്ശ മാവുങ്കൽ അലൻ ദേവ്സിയാണ് മരിച്ചത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.